നമ്മളെ ശരിയാ. മട്ടുപ്പാവിൽ കൃഷി ചെയ്യണവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, വീട്ടിലേക്ക് ഒരു പച്ചക്കറിയും പുറത്തുനിന്ന് വാങ്ങണ്ട. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ രണ്ടാൾക്കാരുണ്ട്, കണ്ട് പഠിക്കാൻ പറ്റിയ രണ്ടാൾക്കാർ, ഭാസ്കരേട്ടനും വിജയൻ ചേച്ചി. ഒരുപാട് അവാർഡൊക്കെ വാങ്ങിക്കൂട്ടിയില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ വീട്ടിന് മുകളിൽ ടെറസ് കൃഷിയാണ്. മട്ടുപ്പാവ് കൃഷിയുടെ അവാർഡുകളൊക്കെയാണ് നിങ്ങൾക്ക് രണ്ടാൾക്കാരെന്നാണ് പറയുന്നത്. ഏതൊക്കെ അവാർഡ് കിട്ടി? ഗവൺമെൻറ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, പിന്നെ ടാറ്റ വൈറോണിൻ്റെ അവാർഡുണ്ട്, പിന്നെ സരോജിനി നാമോൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ തന്നെ ഒരു 45ഓളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശീതകാല പച്ചക്കറികളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാ കാലവും ഇതിനനുസരിച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശീതകാലം ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അങ്ങനെ ചെയ്യും. ശീതകാലം അല്ലെങ്കിലും 365 ദിവസവും എൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് ക്യാബേജും കോളിഫ്ലവറും ഒരു വീട്ടാവശ്യത്തിന് ഒരു 5 എണ്ണമെങ്കിലും കാണും. എങ്ങനെയായി ഇത് തുടങ്ങിയത്? ഞാൻ 11 വർഷം ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. പുള്ളിക്കാരൻ സെക്രട്ടറി അണ്ടർ സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും 17 വർഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അവിടെ അതിനുശേഷം പിള്ളേർ പറഞ്ഞു, 2 മക്കളാണുള്ളത്. അപ്പോൾ മക്കൾ പറഞ്ഞു ഇനി അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പോൾ എൻ്റെ ടെറസ് മുഴുവൻ ഒരു പച്ചക്കറി പോലും ഇല്ലായിരുന്നു, പൂക്കളായിരുന്നു നിറയെ. ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൂക്കൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. എൻ്റെ മകളുടെ ഒരു ചോദ്യമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. മകൾ ചോദിച്ചു, അമ്മ ഇത്രയും ചെടികളുടെ ഇടയിൽ ഒരു പച്ചക്കറി നമുക്ക് വെച്ചുകൂടെയെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം മോള് ഒരു പേപ്പറും രവീന്ദ്ര സാറിൻ്റെ നമ്പറും കൊണ്ട് തന്നു. ഉള്ളൂർ. അങ്ങനെ ഉള്ളൂർ രവീന്ദ്ര സാറിൻ്റെ അവിടെ ഞങ്ങൾ പോയി 3 ക്ലാസ് അറ്റൻഡ് ചെയ്തു. സാറ് അന്നും ഇന്നും സാർ എന്തു പറയണോ അതുപോലെ ചെയ്യണോണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും ചെടികളുടെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നത്. ഈ വിഷരഹിത പച്ചക്കറി വന്നപ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്രയും പ്രായത്തിൽ ഞങ്ങളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ നിൽക്കുന്നത്. എനിക്ക് 71 വയസ്സായി. പക്ഷെ വയസ്സ് ഒരു അക്കം മാത്രമാണ്, നമ്മുടെ മനസ്സാണ്. ഒരു കൃഷി എന്ന് പറയണമെങ്കിൽ ഒരു മനസ്സ് വേണം ചെയ്യാൻ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സാധിക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ ചെയ്യുന്നത് ഏതാണെങ്കിലും അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ പഠിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, അത്രയും ചെയ്താൽ തന്നെ മതി, ധാരാളം. പിന്നെ അവരെ സ്നേഹിച്ച്, അവർ നമ്മളെപ്പോലെ ജീവനുള്ളതാണ്. വർത്താനം പറഞ്ഞാൽ വർത്താനം പറയും. അങ്ങനെ സ്നേഹിച്ചാൽ തിരിച്ചത് അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് തരും. ഞങ്ങൾ രണ്ടുപേരും രാവിലെ 6 മണിക്ക് കയറി ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ്, ചിലവരടുത്ത് വഴക്ക് പറഞ്ഞ്, കുറേടത്ത് സ്നേഹം കാണിച്ച്, ചിലവരടുത്ത് ദേഷ്യപ്പെട്ട്, അങ്ങനെയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കഴിഞ്ഞു പോണതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ എന്തിനാണ് ഇവരോട് ചെടികളോട് ദേഷ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കൊണ്ടുവച്ച്, ഒരു നാരകം കൊണ്ടുവച്ച് എല്ലാവർക്കും പൂത്തു, ഞാൻ കൊണ്ടുവച്ചിട്ട് അത് പൂത്തില്ല. അതിന് ഞാൻ പൊന്നു പോലെ നോക്കുകയാണ്. അപ്പോൾ 2 വഴക്കും ഒക്കെ കൊടുത്ത് 2 ദിവസം വളമൊക്കെ കൊടുത്ത് 3 ദിവസം നോക്കിയപ്പോൾ പിച്ചിപ്പൂ പോലെ നിറയെ പൂ വന്നു. അപ്പോൾ അപ്പം ആ വഴക്ക് പറഞ്ഞതിന് സോറിയും പറഞ്ഞ് ആ നാരകമായാലും അതിന് 2 ഉമ്മയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനം, സന്തോഷം. സന്തോഷം തീർച്ചയായിട്ടും. അതിന്റെ തെളിവാണ് ഇവിടെ ആ താഴെ നിൽക്കണേ. അപ്പൊ മനുഷ്യന്മാരുടെ പോലെയല്ല, നമ്മള് ചൂടായ ബലമുണ്ട്. തീർച്ചയായിട്ടും. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരല്ലത്. അല്ല, തീർച്ചയായിട്ടും. നമ്മൾ സ്നേഹിച്ചാൽ തിരിച്ച് അതേപോലെ നമുക്ക് തരും. ശീതകാലം വന്നുകൊണ്ട് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇവരെ കുറച്ച് കൂടുതലായിട്ട് അങ്ങ് വെച്ചു. ഇനിയിപ്പോൾ കുറച്ച് തൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി അതിനിടയ്ക്ക് എനിക്ക് KVK കുറച്ച് ചീരയുടെ ഇത് വന്നു. കുറച്ചും കൂടെ ചിലത് കുറച്ചും കൂടെ വലുതാണ്. ഞാൻ 6 ഗ്രോ ബാഗിൽ തുടങ്ങിയതാണ്. 6 ഗ്രോ ബാഗിൽ സാറ് പറഞ്ഞതനുസരിച്ച് തുടങ്ങി. 660 ആയി, 600 ആയി, ഇപ്പൊ 1200 മേലെ കാണും. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്?
ഇത് 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഇത് കൂടാതെ താഴെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 1200 കൂടുതൽ കാണും. എന്നാലും 1200 ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ മാറിയും തിരിഞ്ഞും ഉള്ള സ്ഥലത്തൊക്കെ വെക്കും. നമ്മൾ ഒരു വിത്ത് കിട്ടിയാൽ അത് വിത്തെന്ന് പറയണത് ഒരു നന്മയാണ്. അപ്പം അത് ഞാൻ കൊടുക്കണതും അത് അങ്ങനെ കൊടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചോദിച്ചാൽ ഞാൻ വിത്ത് കൊടുക്കത്തില്ല. എന്നുവെച്ചാൽ അത് കൊണ്ടുവന്ന് അവിടെ എവിടെയും കളയാനുള്ളതല്ല. ഒരു വിത്ത് എന്ന് പറയണത് ഒരു ഭയങ്കര അത് ചെയ്തവർക്ക് അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിത്ത് കിട്ടിയാലും ഞാൻ അവിടെ കൊണ്ട് വയ്ക്കും, അത് കിളുക്കും. എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം തരുന്നുണ്ട്. അപ്പൊ ഈ ചെറിയ വിത്ത് കിട്ടിയാൽ, ഈ തൈ കിട്ടിയാൽ, ഇത് എങ്ങനെയാണ് ഈ ഗ്രോ ബാഗിൽ തയ്യാറാക്കി വെക്കണത്? ഗ്രോ ബാഗിൽ തയ്യാറാക്കണം നമുക്കൊരു വലിയൊരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ വെറുതെ ഒരു മണ്ണിൽ കൊണ്ടുവന്ന ഒരു വിത്തോ തയ്യോ വെച്ചാലൊന്നും പോല. അത് ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചതുപോലെ മണ്ണൊരുക്കണത്, മണ്ണ് 1 മാസം കുമ്മായിട്ട് ഇളക്കി ഒരു ഭാഗത്തിടും. അതിൻ്റെ പുളിപ്പ് മാറാൻ വേണ്ടിയിട്ട്, അസിഡിറ്റി മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ 1 മാസം ഇടും. ആ 1 മാസം കഴിഞ്ഞ് ആ മണ്ണിലേക്ക് ഇപ്പോൾ 10 കൊട്ട മണ്ണെടുക്കുകയാണെങ്കിൽ ഒരു 4 കൊട്ട പച്ച ചാണകം, എല്ലാവരും ഉണക്ക ചാണകമാണ് ചാണകപ്പൊടിയാണ് ഇടുക. ഒരിക്കലും ചാണകം വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല. തണലത്തിട്ട് ഉണക്കിയ ചാണകമാണ് എടുക്കാറുള്ളത്. ഞാൻ പച്ച ചാണകം ആ മണ്ണിലേക്ക്, പിന്നെ ഇത് മാറ്റിയ കൊക്കോപ്പിറ്റ്, അസിഡിറ്റിയൊക്കെ മാറ്റിയ കൊക്കോപ്പിറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊരു മിക്സ് ഉണ്ടാക്കും. അത് നല്ല പുട്ടുപൊടി പോലെ ഇരിക്കും. പിന്നെ ആദ്യമൊക്കെ ഗ്രോ ബാഗ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പോൾ ചട്ടിയാക്കിയത്. ഗ്രോ ബാഗ് ഇപ്പോൾ ആ പച്ച ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് കുറേ നാളിരിക്കും. ഇപ്പോൾ വേറെ ഗ്രോ ബാഗ് 2 എടുക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കണമെന്ന് വെച്ചാൽ ആദ്യമൊക്കെ മണ്ണ് നിറച്ചുകൊണ്ടിരുന്ന ചകിരി, അസിഡിറ്റി മാറ്റിയ തൊണ്ട്, അതിങ്ങനെ വട്ടത്തിൽ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ കരിയില മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കും. ഇപ്പോൾ സാറ് കുറച്ച് വേറൊരു രീതിയിലാണ് നമ്മൾ നിറയ്ക്കുന്നത്. നടുക്കൊരു പോട്ടൊക്കെ വെച്ചിട്ട് ചുറ്റിനും കരിയിലപ്പൊടി അതൊക്കെ ഇട്ട് എല്ലാവരും വീട് തൂത്ത് കരിയിലൊക്കെ വാരി തീയിടും. നമ്മളൊക്കെ ചാക്കി കെട്ടി ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നത്. അത് തനിയെ ഇരുന്ന് പൊടിയും. അതുപോലെയുള്ള വളം വേറെ ഇനി ഒന്നുമില്ല. അത്ര നല്ലതാണ് കരിയില കമ്പോസ്റ്റ്. വേഗം അത് മണ്ണ് നല്ല ലൂസായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ലോണം ഇഞ്ചിയൊക്കെ എനിക്ക് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഇത്തവണ കൃഷിഭവനിൽ നിന്ന് കുറച്ച് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ തന്നു വിത്ത്. അപ്പൊ അതും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തൈ ഞാൻ മേടിച്ചായിരുന്നു, അതും ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടി. എത്ര സമയം എടുക്കും? 45-50 ദിവസം ആകുമ്പോൾ എടുക്കും. ഇതിപ്പോ ക്യാബേജൊക്കെ ഇതായി കുറച്ചായി വന്നിട്ടുണ്ട്. കോളിഫ്ലവർ കുറച്ചും കൂടെ ആവും. ഒന്നും ചെയ്യണ്ട. അത് കുറച്ച് താമസിച്ചാണ് നട്ടത്. അപ്പൊ അത് ഈ ക്യാബേജ് നട്ടതിന് ശേഷമാണ് നട്ടത്. വലിയ കോളിഫ്ലവർ കിട്ടും. എനിക്ക് ക്യാബേജ് 800-850 ഗ്രാമുള്ള ക്യാബേജ് കിട്ടി. 850 വരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. വലിയ നല്ല ക്യാബേജ് തന്നെയായിരുന്നു. അതുപോലെ കോളിഫ്ലവറും നല്ല വലുത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു വിപണി നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ തൈക്കാട്. അപ്പൊ അവിടത്തേക്ക് ഞാൻ നമ്മുടെ മോൾക്കും കൊടുത്തിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങോട്ട് കൊണ്ടുവയ്ക്കണ്ട, കറക്റ്റ് 9 ആകുമ്പോഴേ എല്ലാവരും എടുത്തോണ്ട് പോകും. ഒന്നും പറയണ്ട, എടുത്തോണ്ട് പോയി അവര് വേറെ സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോഴാണ് പൈസ കൊണ്ടുതരണത്. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കുറെ ആൾക്കാർ അത് ഞാൻ ചിലടന്ന് കാത്ത് എന്നെ ഒരു പേരും കൂടെ അവരിട്ടിട്ടുണ്ട്, ഇലച്ചേച്ചിന്ന്. എല്ലാ ഇലവർഗ്ഗങ്ങൾ കുറെ കൊണ്ടുപോകണമുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങളൊരു 10-40 കർഷകരുണ്ട്. അപ്പൊ അവരെല്ലാം അവരവരുടെ വീട്ടിൽ ഇതേപോലെ ജൈവമായിട്ടുള്ള എല്ലാം ചെയ്തിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നമ്മുടെ വിപണിയിൽ കൊണ്ടുവരുന്നത്. കാലത്തും വൈകിട്ടും നനയ്ക്കും. രാവിലെ വൈകുന്നേരം നനയ്ക്കണം. ഇപ്പം മഞ്ഞുള്ളത് കൊണ്ട് രാവിലെ നല്ലപോലെ നനച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നനയ്ക്കണ്ട. രാത്രി മഞ്ഞുള്ളതുകൊണ്ട് രാവിലെ ഇവരെയൊക്കെ കാണാൻ നല്ല സുന്ദരിയായിട്ട് നിൽക്കും. മഞ്ഞ് തുള്ളിയൊക്കെ നിന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും, വാടത്തൊന്നുമില്ല. വൈകുന്നേരം നനയ്ക്കല്ലേ നല്ലത്? വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർക്കൊരു വാട്ടം വരും. എന്തെങ്കിലും ഒരു ചെടിക്ക് ഒരു വാട്ടം വന്നു പോയാൽ പിന്നെ അതിന്റെ വളർച്ചയ്ക്ക് അത് ബാധിക്കും. അപ്പൊ രാവിലെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ മഞ്ഞും കൂടെ, മഞ്ഞില്ലാത്ത സമയത്താണെങ്കിൽ 2 നേരം ഒഴിക്കും. അപ്പൊ ഈ ശീതകാല പച്ചക്കറികൾ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇടാണ്ട് തന്നെ നമ്മൾ മറ്റു പച്ചക്കറിയും തുടങ്ങും. ഇവിടെ ഗ്യാപ്പ് ഇല്ല. മറ്റു പച്ചക്കറികളെ പറ്റിയിട്ട് ഒരുപാട് പറയാനുണ്ട് അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം. ശീതകാല പച്ചക്കറികളുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇനി മറ്റു പച്ചക്കറികളെ പറ്റിയിട്ടും ഒട്ടും കുറച്ചല്ല, ഒരുപാട് തന്നെ പറയാനുണ്ട്.
പയറ് നേരെ അങ്ങോട്ട് കയറ്റി വിടുക അല്ലേ? പണ്ടൊക്കെ ഞാൻ പന്തൽ പോലെ ഇടുമായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ അടിയിലുള്ള പച്ചക്കറിക്കൊന്നും വെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട്. അപ്പൊ നന്നായിട്ട് കയറി പോണതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് പറിക്കാനും കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പൊ പയർ ഇവിടെ കയറ്റണമെങ്കിൽ എന്റെ ചീര അവിടെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പയറിപ്പോ ഞാൻ വെർട്ടിക്കലായിട്ടാണ് വളർത്തുന്നത്. പയറും ചീരയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കില്ല? ഒരു വഴക്കില്ല. പച്ചക്കറി തമ്മിൽ അവർ തമ്മിൽ ഈ മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കണം. പച്ചക്കറിക്ക് ഒരു വഴക്കില്ല. അവര് പയറിന്റെ ഇടയിൽ കൂടെ തന്നെ കണ്ടോ ചീര വളർന്നു വരുന്നുണ്ട്. അവർ കുഴപ്പമില്ലാതെ ചീരയും പയറും കൂടെ അവർ കൂട്ടായിട്ട് അങ്ങ് വളരും. ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട്. കാർഷിക കോളേജിൽ നിന്ന് നെസ്റ്റിൽ നിന്ന് പിള്ളേർ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് കുറേ മക്കൾ വരും. പിന്നെ ബസേരിയസ് കോളേജിൽ നിന്ന് കുറേ മക്കൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ പ്രോജക്റ്റ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഞാൻ എന്താണ് ചെയ്യണത് അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അവര് അങ്ങനെ കൊണ്ടുപോയിട്ട് ഡൽഹിയിൽ നിന്ന് 2-3 കുട്ടികൾ വന്നിരുന്നു പ്രോജക്റ്റ് ചെയ്യാനായിട്ട്. അവരെന്ത് ചോദിക്കണം? അവർ ചോദിക്കണം ഈ കൃഷി എങ്ങനെ ചെയ്യും, മണ്ണെങ്ങനെ ഒരുക്കും. അവരിങ്ങനെ വരുമ്പോ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് എന്ത് പ്രോജക്റ്റ് ചെയ്യാൻ എന്ത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അവരൊന്നും വേണ്ട ആന്റി എന്താണ് ചെയ്യണത്, ഇതിന് എന്ത് വളങ്ങളാണ് കൊടുക്കണം എന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കും. അവരതെല്ലാം നോട്ട് ചെയ്തിട്ട് പോകും. പിന്നെ ഒരു കാര്യം, ഈ ഇത്രയും ചെയ്യണേല് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു ഇതെടുക്കുമെങ്കിൽ പുള്ളിക്കാരൻ ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഉണ്ടാക്കും. അതിന്റെ ഇലയെ തട്ടല്ലേ എന്നൊക്കെ പറയുമ്പോ ശ്രദ്ധിക്കാതെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നാലും സന്തോഷമായിട്ട് നമ്മളിങ്ങനെ കൃഷി അങ്ങനെ ചെയ്യും. ഇവിടുത്തെ താഴെയൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാണോ? പാവലും പടവലും ഒന്നാമത്തെ കാര്യം നടണം ഇങ്ങനെ ബേസിലാണ് നടണം. ഇത് എന്റെ വാഷിംഗ് മെഷീന്റെ ഇതാണ് കേട്ടോ. പഴയതായപ്പോഴത്തേക്ക് അതിന്റെ ഇതെടുത്തു. പിന്നെ ഒന്നും നമുക്ക് കളയാനില്ല. നമ്മളെ വീട്ടിൽ ഉപയോഗമില്ലാതെ ഇരിക്കുന്ന ഇതൊക്കെ എടുത്ത് നമ്മൾ ചെയ്താൽ മതി. കുഞ്ഞു കുഞ്ഞു വേരുകളാണ് ഈ പാവലും പടവലത്തിന്റെ. വലിയ ചട്ടിയാ നല്ലത്. ബേസിൻ പോലത്തെ ആകുമ്പോൾ നല്ല സ്പ്രെഡ് ചെയ്ത് പോകും. പിന്നെ ഒന്നാമത്തെ കാര്യം ഈ വേര് പടരാൻ സമ്മതിക്കണം. പിന്നെ ഇതെന്തെന്ന് വെച്ചാൽ ഞാനൊരു പരീക്ഷണാർത്ഥം ആദ്യം ചെയ്തു നോക്കിയതാണ്. താഴേന്നുള്ള ഇല കട്ട് ചെയ്ത് വിട്ടപ്പോഴത്തേക്ക് നല്ലോണം ഈൽഡ് കിട്ടി. കുറേ പാവയ്ക്ക കൂടുതൽ കിട്ടി. പാലക്കാട് നമ്മുടെ എലവഞ്ചേരിയുള്ള കുറെ ആൾക്കാരെ കണ്ടിരുന്നു, കർഷകര്. അപ്പൊ അവര് എന്നോട് ആദ്യം പറഞ്ഞത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തണം എന്നാ പറഞ്ഞത്. അവര് പാവയിലൊക്കെ പണ്ടേ അങ്ങനെ ചെയ്യാറ്. എനിക്കതൊന്നും അറിഞ്ഞൂടായിരുന്നു. ഞാനിങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ആ അവാർഡിന്റെ ഒക്കെ സമയത്ത് നിറയെ പാവലും പടവലും ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പരീക്ഷണാർത്ഥം ചെയ്തു നോക്കിയപ്പോൾ എനിക്കത് നല്ലതാണെന്ന് തോന്നി. സാധാരണ പച്ചക്കറികളില് അങ്ങനെ വെക്കണ ആൾക്കാര് വഴുതിനെയും വെണ്ടയൊക്കെ നല്ലോണം വെക്കണ കാണാറുണ്ട്. അതിപ്പോ ഇവിടെ കുറവാണ്. ഉണ്ട് അതാ ഇവിടെ നിന്ന് വഴുതിനെയൊക്കെ എല്ലാം ഞാൻ താഴെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ സംഭവം ഉണ്ട്. ഈ കിഴങ്ങുകളൊന്നും വെക്കാറില്ലേ? ഉണ്ട്. ഞാൻ കാച്ചില്, ചേന. ചേനയൊക്കെ ഞാൻ ചാക്കിലാണ് വെച്ചോണ്ടിരുന്നത്. അപ്പൊ 10-12 കിലോയുടെ ഇത് കിട്ടും. മുറിച്ച് വെച്ചിട്ട് നമുക്ക് ഗുണമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊച്ചു ചേന കണ്ണെടുത്ത് ചട്ടിയിൽ വെക്കും. അപ്പോൾ നമുക്ക് 1 കിലോ 1.5 കിലോ മതി. നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രമേ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചെയ്യണുള്ളൂ. മോൾക്കും ഞങ്ങൾക്കും വേണ്ടി മാത്രം. അല്ലാതെ നമ്മള് വിൽക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ഞാൻ ചെയ്യണില്ല. ചേന, ചേമ്പ്, കൊല, പാളയംകുടം കൊല, അതെല്ലാം ആവശ്യത്തിന് നമ്മുടെ വീട്ടിലേക്കുള്ളതിന് ഉണ്ട്. അല്ലാതെ ഞാൻ വിപണി കൊണ്ടുപോകണ പച്ചക്കറി മാത്രമേ കൊണ്ടുപോകൂ. ഇതിൽ വെക്കുമ്പോ വേവാൻ നേരം കൂടുതൽ എടുക്കും, അതോ പെട്ടെന്ന് വേവോ? അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെ തന്നെ. അതിന് ചട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അതിന് വേവ് കൂടുതലോ വേവ് കുറവോ അങ്ങനെയൊന്നുമില്ല. ഒന്നും പേടിക്കണ്ട. ചേനയൊക്കെ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് വലുത് വേണ്ടാഞ്ഞിട്ടാണ്. അല്ല ചാക്കിൽ വെച്ചിട്ട് വലുതായി പോയതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിലേക്ക് മാറ്റിയത്. ഇടയിലൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങ ഞാൻ നട്ടതല്ല, അത് തനിയെ ഒന്ന് കിളിച്ചു വന്നു. ഒരു ചെടിയാണെങ്കിലും കളയാൻ തോന്നൂല. നോക്കിയപ്പോ നേരത്തെ ഒരു കുമ്പളങ്ങ അടുത്ത് ഇപ്പൊ ഒന്നും കൂടെ കിട്ടി, 2 നട്ടത് വെറുതെ ആയില്ല. നട്ടതല്ല, അത് തനിയെ അതിൽ നിന്ന് കമ്പോസ്റ്റ് ചെയ്ത് എന്തോ വന്നതാണെന്ന് തോന്നുന്നു. കമ്പോസ്റ്റ് ചെയ്തപ്പോ അതിൽ നിന്ന് എന്തോ വന്നതാണ്. ഇത് ചീര ഇപ്പൊ നട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ ചീര അവര് തന്നത് KVK ചിത്രാനികേതൻ തന്നതാണ്. അവര് കൊണ്ടുവന്ന് തന്നിട്ട് ഇത് വേറെ ആർക്കും കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പിഴുത് കൊണ്ട് വിൽക്കും. ചേച്ചി ആകുമ്പോൾ ഇങ്ങനെ അതിനെ നിർത്തണം, നിർത്തിയിട്ട് മുറിച്ചെടുക്കണം. ഞാനൊരു ഗ്രോ ബാഗിൽ 5-6 തൈ വെക്കുന്നതാണ്. ഇത് അവര് പ്രത്യേകം പറഞ്ഞു 2 തൈയെ വെക്കാൻ പാടുള്ളൂ. ഭയങ്കര ഗ്രോത്താണ്. വളർന്നു കഴിഞ്ഞാൽ വലുതായിട്ട് മരം പോലെ വരും. അപ്പം മുറിച്ച് 1-1.5 വർഷത്തോളം നിൽക്കും എന്നാണ് പറയണത്. എനിക്കറിയില്ല
നോക്കണം. പരീക്ഷണമാണ്. നമുക്ക് എന്നാ താഴത്തേക്ക് ഇറങ്ങിയാലോ? താഴത്തും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനില്ലേ? ഉണ്ട്. അതെ, കാർ ഷെഡായിരുന്നു. ഇപ്പം കാറില്ല. നേരത്തെ കാർ ഇവിടെ കൊണ്ടിടും. ഞങ്ങൾ കൂടുതലും കുട്ടികൾ രണ്ടുപേരും സിറ്റിയിലാണ് താമസിക്കുന്നത്. അപ്പം അവർ വരപ്പോഴത്തേക്ക് ഇവിടെ കാർ വിടും. ആ ഒരു സമയം കുറച്ച് പോകും. അങ്ങനെ ഫ്രൂട്ട്സ് ആക്കി. അത് ഇവിടുത്തെ ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, പ്രശാന്ത് സാർ. അദ്ദേഹത്തിൻ്റെ സജഷനാണ് ഇത് ഫ്രൂട്ട്സ് വെക്കണം. അപ്പം അങ്ങനെ വെച്ചു. ഇവിടെ ഇപ്പോൾ എല്ലാം ഉണ്ട്. വലിയ നെല്ലിയുണ്ട്, ഓറഞ്ച് നാരകം, പിന്നെ ഇത് മങ്കോട്ട ദേവ. ഇതൊരു ഔഷധ. ഇതിൻ്റെ കാര്യം ഷുഗർ ഉള്ളവർക്ക്, പ്രമേഹം ഉള്ളവർക്ക് ഇതിൻ്റെ ഈ സ്റ്റേജിലുള്ള കായ എടുത്തിട്ട് ഇതിൻ്റെ തൊലി എടുക്കും, കുരു എടുക്കത്തില്ല. അതിനെ എടുത്ത് അരിഞ്ഞിട്ട് ഉണക്കി നമ്മൾ ദിവസവും വെള്ളം കുടിക്കുന്നതിന് പകരം ചൂടാക്കിയ വെള്ളത്തിലിട്ട് കുടിച്ചാൽ ഷുഗർ നല്ലവണ്ണം കുറയും. പിന്നെ അതുപോലെ തന്നെ ഈ നാരകം, ഒടിച്ചൂത്തിയ നാരകം, ഇത് നല്ലവണ്ണം ഇത് അച്ചാറിടാനും ഒക്കെ നല്ല ഇതാണ്. ഇതാണ്ടോ, ഇത് കുറച്ചുകൂടെ ആയ പോലെ ആവുള്ളൂ. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ പ്രൂൺ ചെയ്യും. ഇത് ബെയർ ആപ്പിളാണ്. ഇത് കായ എല്ലാം കഴിയപ്പോഴത്തേക്ക് പ്രൂൺ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത്. അത് മലേഷ്യൻ ജാമ്പ. അത് പ്രത്യേക വെറൈറ്റിയാണിത്. ഈ മണി പോലെ ഇത്രയും നീളം ഉണ്ടാവും. അപ്പോൾ അത് കാച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്യും. പിന്നെ ഇത് വരും. അങ്ങനെ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. നല്ലോണം കായ്ക്കുന്നുണ്ട്. വിത്ത് ഞങ്ങൾ വിത്തിനെ കാട്ടി ഞങ്ങൾ പതി വെച്ച് കൊടുക്കും. തൈ ലെയറാക്കും. ഇതിനെ അങ്ങനെ വെച്ച് കൊടുക്കും. എയർ ലെയറിങ് പോലെ. വിൽക്കലില്ല. ആർക്കും ഇന്ന് വരും വിത്ത് ഞങ്ങൾ സൗജന്യമായിട്ടാണ് കൊടുക്കുക. വിത്ത് നന്മയാണ്. അത് തലമുറകൾക്ക് കൈമാറേണ്ടോ, കച്ചവട ചരക്കല്ല. ഞങ്ങൾ ആ സിദ്ധാന്തമുള്ള ആളാണ് ഞങ്ങൾ. ഇല്ല, ഇത് മണ്ണാണ്. സിറ്റിയിൽ നിന്ന് പല ആൾക്കാർക്കും ഈ ഞങ്ങളെ കൃഷി കാണാൻ വരുന്നിട്ട് പറയും മണ്ണില്ല, ഞങ്ങൾക്ക് ഒരു ശകലം പോലും മണ്ണില്ല. അപ്പോൾ ഒരു 10 ഗ്രോ ബാഗിൽ വയ്ക്കുന്ന മണ്ണ് ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കും സൗജന്യമായിട്ട്. ഞങ്ങൾ അവർക്ക് സൗകര്യമായിട്ട് കൊണ്ടുപോകത്തക്ക സൗകര്യമായിട്ടാണ് ഞങ്ങൾ ചാക്കിൽ. ഇതിന് ഒരു പൈസയും ഞങ്ങൾ വാങ്ങിക്കില്ല. അങ്ങനെ മണ്ണില്ലാത്തവർക്ക് ഞങ്ങൾ മണ്ണ് കൊടുക്കും. ഇതിന് പിന്നെ മണ്ണിൻ്റെ വളം ചേർക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇതൊക്കെ പ്രൊപ്പഗേഷൻ എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക്, മണ്ണില്ലാന്ന് പറയുന്നവർക്ക് മണ്ണ് കൊടുത്ത് അവരെ കൃഷിയിലേക്ക് കൊണ്ടുവന്ന് അവർ വീണ്ടും ഞങ്ങളോട് വലിയൊരു സൗഹൃദം സ്ഥാപിച്ച് ഇപ്പോൾ ഭയങ്കര ഒരു ചെയിനാണ്. ഞങ്ങൾക്ക് ന്യൂയോർക്ക് വരെ ഉണ്ട്. കേരളം മുഴുവൻ കൂട്ടുകാരായി. അതെ, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും. സാർ, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ചേർന്ന് കുറച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് പറയാനുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് അവിടെ ഒന്നുകിലും ഒരു കാർ ഷെഡോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവടോ എവിടെയെങ്കിലും കുറച്ച് പേർക്ക് ഒത്തുകൂടാനുള്ള ഒരു സംവിധാനം അവിടെ നിന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ കൂടെ ഞങ്ങൾ പോയി കാണും. അതിൻ്റെ പോരായ്മകളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരെല്ലാം ഞങ്ങളെ വിളിക്കും. പിന്നെ കൃഷി വിജയിച്ചിട്ട് അവർ എല്ലാം ഞങ്ങൾ വാട്സപ്പിൽ ഇട്ട് തരണം. അത് ഞങ്ങളൊരു കണ്ടീഷനാണ്. അത് വരപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം. റോസ്മേരി നമുക്ക് മുടി വളരാനായിട്ട് റോസ്മേരി വാട്ടറൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എനിക്കിത് അറിയില്ലായിരുന്നു. നമ്മുടെ വിപണിയിൽ വന്നൊരു സാറിങ്ങനെ കൊണ്ടു തന്നപ്പോൾ നല്ല മണവും ഇതും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് തൈ മേടിച്ച് വെച്ച്. അപ്പോൾ അതങ്ങ് വളർന്നു വന്നു. താഴ്ത്തുനിന്ന് പുല്ലൊന്നും വളരാണ്ടിരിക്കാൻ, കീടങ്ങളൊന്നും വളരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സ്റ്റാൻഡ് വെച്ച് വെച്ചേക്കണേ? സ്റ്റാൻഡ് വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് നട്ടെല്ലുൾപ്പെടെ ഒരു 7 ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. നട്ടെല്ലിന് അപ്പോൾ എനിക്ക് കുനിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആക്കാനേ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ കുനിഞ്ഞു തുടങ്ങി, കുഴപ്പമില്ല. അപ്പോൾ IDBI ന്ന് ലോൺ എടുത്ത്, ക്ലാസ്സിന് അവിടെ വന്നപ്പോൾ ബാങ്കിലെ ആൾക്കാർ വന്നിരുന്നു. ലോൺ എടുത്ത് 1 ലക്ഷം രൂപ തന്നു. ആ 1 ലക്ഷം രൂപയ്ക്കും ഞങ്ങൾ മുകളിലും കമ്പിയും സ്റ്റാൻഡും എല്ലാം ആക്കി വെച്ചു. അപ്പോൾ എനിക്ക് നിന്നുകൊണ്ട് എന്ത് ജോലി എത്ര നേരം വേണമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ കുനിഞ്ഞ് നിൽക്കുമ്പം നട്ടെല്ലിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറേ രോഗങ്ങളുണ്ടായിരുന്ന എനിക്കിപ്പോൾ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കാനും നേരമില്ല. രോഗങ്ങളും ഇല്ല, നടുവേദനയും ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ കുനിയാതെ നിന്ന് ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് സന്തോഷം, ഇഷ്ടമാണ്. പക്ഷെ കുനിയുമ്പോൾ എനിക്ക് നടുവിന് ചെറിയ പ്രശ്നം വരണതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് വെച്ചത്. അപ്പോൾ പിന്നെ കുനിയും വേണ്ടല്ലോ, അപ്പോൾ നന്നായിട്ടെല്ലാം ചെയ്യുകയും ചെയ്യല്ലേ. കുനിയുമ്പോഴല്ലേ പ്രശ്നം വരുള്ളൂ. അപ്പോൾ
കുനിയാണ്ടിരുന്നാൽ മതിയല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അതാണ്, രോഗത്തിന്റെ മുന്നിലും കുനിഞ്ഞില്ല. ഇല്ല എനിക്ക് ഞാനിങ്ങനെ എണീറ്റ് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നൊന്നും പുള്ളിക്കാരനും ഒന്നും വിചാരിച്ചതേ ഇല്ല. എന്ന് വെച്ചാൽ ഈ ഒരു വശം മുഴുവൻ ഇങ്ങനെ തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ എണീറ്റ് വന്ന് സാധാരണ വീട്ടമ്മയായ ഞാനിപ്പോൾ ഇത്രയും നിങ്ങളുടെയൊക്കെ വലിയ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കൃഷി കൊണ്ട് മാത്രമാണ്. അതിൽ ഞാനൊരു കൃഷിക്കാരി, ഒരു കർഷക എന്ന് പറയണേൽ വളരെ വളരെ അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. കോവയ്ക്കും ആവശ്യത്തിന് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? കോവയ്ക്ക 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുത്. അവിടെ വലുത് നീളമുള്ളത് കൊണ്ട്, നീളമില്ലാത്ത ഇത് നീളമുള്ളത് ഇതാ അടക്കുന്നു. നീളമുള്ളതും ഇങ്ങനെ വലുതായിട്ടുണ്ടാവുന്നതുണ്ട് അല്ലേ? 2 ഒന്നിച്ച് തിന്നണ്ടേ? ഓ പിന്നെ കുറച്ചു കുപ്പിയൊന്നും കളയണില്ല. കുപ്പിയിലൊക്കെ ക്യാരറ്റാണ്. ക്യാരറ്റാണ് ഇത് അല്ലേ? കുപ്പിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക്, ഞാൻ ഗ്രോ ബാഗിലൊക്കെ വെച്ചാൽ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരണം. അപ്പൊ ഈ കുപ്പിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ ക്യാരറ്റ് നല്ല നീളത്തിൽ വലിയ ക്യാരറ്റ് കിട്ടും. കുറ്റിക്കുരുമുളകുണ്ട്. കുറ്റിക്കുരുമുളക് താഴെ വലിയത് നിറയെ കാച്ചി നിൽപ്പുണ്ട്. ദില്ലെന്ന് പറയണത് ഇത് വെളിയിലത്തെ ഒരാളാണ്. നല്ല സലാഡ്, മറ്റേ നമ്മളെ കടലക്കറി, മസാലക്കറിയൊക്കെ വയ്ക്കും. അപ്പൊ അതിന് ഒരു മാങ്ങയുടെ ഒരു മണമല്ലേ? അപ്പൊ അതിന് ഒരു മണത്തിന് വേണ്ടിട്ടാണ്, ഫ്ലേവർ കിട്ടും. ഇതൊക്കെ മുളക്, വെറൈറ്റി മുളകാണ്. പച്ചമുളക് ഇങ്ങനെ എത്ര തരണ്ട്? പച്ചമുളക് എനിക്കൊരു 10-17 ഇനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ വിത്തുണ്ട്. എനിക്കിപ്പോൾ ഇനി എല്ലാം നടണമെന്നുള്ള ഇപ്പം ഒരു 3-4 വെറൈറ്റി ഉണ്ട്. പിന്നെ അവിടെ 2-3 ഉടൻകൊല്ലി എന്ന് പറയണ അല്ലേ? ഉടൻകൊല്ലിയുടെ 2-3 വെറൈറ്റി ഉണ്ട്. ഭയങ്കര എരിവല്ല, പ്രത്യേക ഒരു മണവും. അതെ. വഴുതിന എത്ര ഈ പറയുന്ന 2-3 തരം വഴുതിനുണ്ട്? ഇത് ഇല്ലിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ അത് തീർന്നു കാഴ്ചത് 45 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ സാധാരണ വഴുതനയും കത്തിരിയൊക്കെയാണ്. വയലറ്റ് നിറമുള്ളത്, വയലറ്റും പച്ചയും. ഇത് പക്ഷെ വയ്ക്കുന്നത് ഇത് വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ തേനീച്ചകൾ വന്ന് പോളിനേഷൻ നടക്കാനും നല്ലതാണ്, പിന്നെ കീടങ്ങൾക്കും നല്ലതാണ്. ഒരു കീട നിയന്ത്രണമായിട്ടാണ് പലപ്പോഴും ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ കറിവേപ്പില അല്ലേ? അല്ല, ഇതൊരു വെളിയിൽ നിന്നുള്ളൊരു കറിവേപ്പിലയാണ്. ഒട്ടും വളരെ ചെറുതാണ്, ഇല ചെറുതാണ്, പക്ഷെ നല്ല മണമാണ്. ഒരു പ്രത്യേക ഒരു മണമാണ്. നല്ല കറിവേപ്പിലയുടെ നല്ല മണമുണ്ട്. കുറച്ചിട്ടാ മതി, ഇച്ചിരി ഇട്ടാ മതി. നല്ല മണം കിട്ടും. കടുക് ഉറക്കുമ്പോഴൊക്കെ നമ്മൾ ഇടുമ്പോ നല്ല ഫ്ലേവറാണ്. ഇനി ഇത് കൂടാണ്ട് മുകളില് നമ്മൾ വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അല്ലേ? താഴെ വാഴയുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളകുണ്ട്, കാച്ചിലിതാ മോളി പടന്നു പോയിട്ടുണ്ട്. കാച്ചില്, തെങ്ങുണ്ട്, തെങ്ങ്, ചേന, ചേമ്പ്. എത്ര സ്ഥലമുണ്ട്? 15 സെന്റ്. 15 സെന്റ്. അപ്പൊ ഈ 15 സെന്റ് സ്ഥലത്തിലാണ് കൊല ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചേക്കണം. അത് അയ്യമ്പാന പറയും. അതിന്റെ ഒരില ദിവസം രാവിലെ എല്ലാരും കഴിച്ചാൽ നല്ല ആരോഗ്യം എന്നാണ് പറയണത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരെണ്ണെടുത്ത് കഴിക്കും. വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഇത് മൈഗ്രെയിൻ തടയാനും പൈൽസിനുള്ള ഒറ്റമൂലിയായിട്ടാണ് ഇത് പലയിടത്തും ഉപയോഗിക്കണത്. അപ്പൊ ഇത് കാലത്തൊട്ട് ഇതിന്റെ മുകളിൽ തന്നെ ആവുമ്പോ, മുകളിലും താഴെയായിട്ട് നിൽക്കുമ്പോ ഭക്ഷണം വെക്കാനൊക്കെ നേരം കിട്ടും. നേരം കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 6 മണിക്ക് കയറിയ 8 മണിക്ക് ഇറങ്ങും. ഇറങ്ങിയിട്ട് കാപ്പി ഉണ്ടാക്കും, കഴിക്കും. അത് കഴിഞ്ഞൊരു 9 മണിക്ക് അപ്പോൾ വെയിൽ ഇവിടെ താഴെ വരില്ല. 9 മണിക്ക് താഴെ ഇറങ്ങിയൊക്കെ ഒരു 11:30 വരെയൊക്കെ നിൽക്കും. അതിനിടയ്ക്ക് അരി തിളപ്പിച്ച് അവിടെ വെച്ചിട്ട് ഇരിക്കും. പിന്നെ കറിയൊക്കെ 11:30ക്ക് ശേഷം ചെയ്യും. പിന്നെ താഴെ ഇത്തിരി വെള്ളം ഒഴിക്കും. ഇവിടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉച്ചവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഉച്ചയെ ഊണ് കഴിയും, ഒന്ന് ഇത്തിരി കിടക്കും, അത്ര തന്നെ. പിന്നെ വൈകുന്നേരം ഇതേപോലെ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് മുകളിലും താഴെയൊക്കെ ഒന്ന് കയറി ഇറങ്ങും. കൃഷിഭവൻകാർ വിളിക്കപ്പം അങ്ങനെ ഉണ്ടാവും. ഗവൺമെന്റിന്റെ രീതിയിൽ തന്നെ ഞങ്ങളെ CTCRI അങ്ങനെ വിളിക്കും. അവിടെയൊക്കെ വിളിക്കുമ്പോൾ ഈ പറയുമ്പോൾ അവിടെ ഓടും. അവരുടെ ആൾക്കാരുടെ കർഷകരുടെ സംവാദം ഉണ്ടാവും. അപ്പൊ ക്ലാസ് എടുക്കാൻ കുട്ടികൾ ഇവിടെ വരുന്ന മാത്രമല്ല, ക്ലാസ് എടുക്കാൻ പോണുണ്ട്. പോണുണ്ട്. ആര്യനാട് കുറേ കൃഷിഭവൻ, 7 കൃഷിഭവനിൽ പോയി, 2 സ്കൂളിൽ പോയി, ഒരു കോളേജിൽ പോയി. അപ്പൊ അതൊക്കെ 12 നൂറ്റാണ്ട് സർക്കാരിലും അല്ലാണ്ടുമായിട്ട് ജോലിയെടുത്ത ആളാണ് വാസ്തേട്ടൻ. വിജയ ചേച്ചിയാണെങ്കിൽ വീട്ടമ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ജോലിയെടുത്ത ആളാണ്. രണ്ടാൾക്കും അപ്പം നിൽക്കാൻ നേരില്ല. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.